ഹായ് ഡിയേഴ്സ്, ഇന്ന് ഞാനിവിടെ ഉണ്ടാക്കാൻ പോകുന്നത് കപ്പ ബിരിയാണിയാണ്. അതിന് വേണ്ടിയിട്ട് കുറച്ച് കപ്പ ഇതുപോലെ ക്ലീൻ ചെയ്ത് കട്ട് ചെയ്തെടുത്തിട്ടുണ്ട്. ബീഫും ഇതുപോലെ ക്ലീൻ ചെയ്ത് പീസാക്കി വെച്ചിട്ടുണ്ട്. ഇനി നമുക്ക് ബീഫ് കുക്ക് ചെയ്തെടുക്കാം. ഫസ്റ്റ് ബീഫിലേക്ക് 2 ടീസ്പൂൺ കശ്മീരി മുളക് പൊടി, 1/4 ടീസ്പൂൺ മഞ്ഞൾപ്പൊടി, 1 ടീസ്പൂൺ ഗരം മസാല, 1 ടീസ്പൂൺ മല്ലിപ്പൊടി, 3 ടീസ്പൂൺ ഉപ്പ് എന്നിവ ചേർത്ത് നല്ലപോലെ മിക്സ് ചെയ്തതിന് ശേഷം ഇതിലേക്ക് 1/2 കപ്പ് വെള്ളം ഒഴിച്ചു കൊടുക്കണം. 1/2 കപ്പ് വെള്ളത്തിൽ കൂടണ്ട, 1/2 കപ്പ് വെള്ളം തന്നെ ധാരാളമാണ്. അത് നല്ലപോലെ മിക്സ് ചെയ്തതിന് ശേഷം നമുക്ക് ഇത് അടച്ച് കുക്ക് ചെയ്യാം. 5 വിസിലാണ് വേണ്ടത്. ആദ്യത്തെ വിസിൽ ഹൈ ഫ്ലെയിമിലും ബാക്കി 4 വിസിൽ മീഡിയം ഫ്ലെയിമിലും മതി. ബീഫ് കുക്കാവുന്ന ടൈമിൽ നമുക്ക് കപ്പ റെഡിയാക്കി എടുക്കാം. കപ്പ മുങ്ങി നിൽക്കുന്ന രീതിയിൽ ഇതിലേക്ക് വെള്ളം ഒഴിച്ചു കൊടുക്കണം. തിളച്ചതിന് ശേഷം മാത്രം നമുക്ക് ഉപ്പിട്ട് കൊടുക്കാം. ഇനി നമുക്ക് ഇതിലേക്ക് വേണ്ടിയിട്ടുള്ള സവാള, ഇഞ്ചി, വെളുത്തുള്ളി, പച്ചമുളക് എന്നിവ റെഡിയാക്കി എടുക്കാം. ഇവിടെ ഞാനൊരു വലിയൊരു സവാള എടുത്തിട്ടുണ്ട്. ഒരു 5 അല്ലി വെളുത്തുള്ളിയും കുറച്ച് ഇഞ്ചിയും 2 പച്ചമുളകും കറിവേപ്പിലയും ഇതുപോലെ അരിഞ്ഞ് നമുക്ക് മാറ്റി വെക്കാം. ഇവിടെ കപ്പ നല്ലപോലെ തിളച്ചിട്ടുണ്ട്. ഇനി നമുക്കിതിലേക്ക് ഉപ്പിട്ട് കൊടുക്കാം. ഇവിടെ ഞാൻ 3 ടീസ്പൂൺ ഉപ്പാണ് ഇട്ട് കൊടുക്കുന്നത്. അതിനുശേഷം ഒരു 3 മിനിറ്റ് കൂടി നമുക്ക് കപ്പ അടച്ച് കുക്ക് ചെയ്യാം. ഇവിടെ കപ്പ നല്ലപോലെ കുക്കായി കിട്ടിയിട്ടുണ്ട്. ഇനി നമുക്കിത് സ്റ്റെയിൻ ചെയ്ത് മാറ്റി വെക്കാം. ഒരു പാത്രത്തിലേക്ക് 2 ടേബിൾ സ്പൂൺ എണ്ണ ഒഴിച്ച് കൊടുക്കുന്നുണ്ട്. അതിലേക്ക് വെളുത്തുള്ളി, ഇഞ്ചി, പച്ചമുളക്, ഉള്ളി എന്നിവ ചേർത്ത് ബ്രൗൺ കളറായിട്ട് ഇത് ഫ്രൈ ചെയ്ത് മാറ്റണം. ഇതുപോലെ ബ്രൗൺ കളറായി ഫ്രൈ ചെയ്ത് മാറ്റണം. ഇനി ഇതിലേക്ക് കുക്കായി കിട്ടിയ ബീഫ് ഇട്ട് കൊടുക്കാം. അത് നല്ലപോലെ മിക്സ് ചെയ്തതിന് ശേഷം അതിലേക്ക് 1 ടീസ്പൂൺ കുരുമുളക് പൊടി ചേർത്ത് കൊടുക്കാം. ഇനി നമ്മൾ റെഡിയാക്കി വെച്ചിരിക്കുന്ന കപ്പ ഇതിലേക്ക് ഇട്ട് കൊടുത്ത് നല്ലപോലെ മിക്സ് ചെയ്യാം. ഇത് നല്ലപോലെ മിക്സ് ചെയ്തതിന് ശേഷം ഒരു 3 മിനിറ്റ് നമുക്ക് അടച്ച് ലോ ഫ്ലെയിമിലൊന്ന് കുക്ക് ചെയ്യാം. ഈ സമയം ഒരു പാത്രത്തിലേക്ക് നമുക്ക് കടുകൊന്ന് പൊട്ടിക്കാം. കടുക് പൊട്ടിച്ച ശേഷം വറ്റൽമുളക്, കറിവേപ്പില എന്നിവയിട്ട് ഒന്ന് ചൂടാക്കിയ ശേഷം 1/2 കപ്പ് തേങ്ങ തിരുകിയത് ഇതിലേക്കിട്ട് നല്ലപോലെ വറുക്കണം. ഗോൾഡൻ ബ്രൗൺ ആവുന്ന ടൈമിൽ നമുക്ക് അത് മാറ്റി വെക്കാം. ഇതുപോലെ ഗോൾഡൻ ബ്രൗൺ ആവുമ്പോൾ സ്റ്റവ് ഓഫ് ചെയ്ത് ഇത് നമ്മൾ തയ്യാറാക്കി വെച്ചിരിക്കുന്ന കപ്പയിലേക്ക് ചേർത്ത് കൊടുക്കണം. പിന്നീട് നല്ലപോലെ മിക്സ് ചെയ്ത് ഇതിലേക്ക് കുറച്ച് മല്ലിയിലയും കൂടി ചേർത്ത് കഴിഞ്ഞാൽ നമ്മുടെ കപ്പ ബിരിയാണി റെഡിയായി കിട്ടും. ഇത് എല്ലാവരും ട്രൈ ചെയ്ത് നോക്കണം. എൻ്റെ വീഡിയോ ഇഷ്ടമായാൽ ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക, കമൻറ്റ് ചെയ്യുക, ഒപ്പം സബ്സ്ക്രൈബും ചെയ്യുക. ഓക്കേ, താങ്ക് യു.